ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ മലയാളം പക്ക പ്രഡിക്ഷനാണ്. എന്നൊക്കെ ഞാൻ ക്യാപ്ഷനിൽ കൊടുത്തെങ്കിലും എൻ്റെ ഒരു പ്രഡിക്ഷനാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഞാൻ ഇംഗ്ലീഷ് പ്രെഡിക്റ്റ് ചെയ്ത പോലെ വന്നിരുന്നു, ആ ഒരു ധൈര്യത്തിലാണ്. ഇനിയിപ്പോൾ വരവില്ലെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലും ഞാൻ പറയാം. ഞാൻ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ടാണ് ഇത് പ്രെഡിക്റ്റ് ചെയ്തേക്കുന്നത്. എന്ന് പറയുകയാണെങ്കിൽ, ഒന്നാമത് വിഷുക്കണിയിലെ എങ്ങാനും ഉണ്ടോ വെട്ടം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു ചോദ്യം വരും. അപ്പോൾ അതെന്തായാലും ഒന്ന് വിശദീകരിച്ച് പഠിക്കണം. പിന്നെ അടുക്കളയിൽ നിന്ന് എന്ന നാടകമില്ലേ, ആ ഒരു സംഭവത്തിൽ നിന്ന് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞ ഒരു 5 മാർക്കിന് അതെന്തായാലും വരും, അത് ഉറപ്പാണ്. പിന്നെ ഉള്ളത് കൽബിലെ നിലാവ്, അതിൻ്റെ ഉള്ളടക്കം പഠിക്കണം, ശീർഷകം പഠിക്കണം. പിന്നെ ഈ താമര പൂങ്കാവനം, പിന്നെ പഞ്ചവർണ്ണക്കിളി, അവരുടെ വിശദീകരണം ഒക്കെ പഠിക്കണം. അത് 3 മാർക്കിന് ചോദിക്കും. പക്ഷിക്കുഞ്ഞിൻ്റെ മരണം അതെന്തായാലും പഠിക്കണം വിശദീകരിച്ച്. അതിൽ നിന്ന് ഒരു എസ്സേക്കോ അല്ലെങ്കിൽ 5 മാർക്കിൻ്റെ ചോദ്യത്തിന് ഷുവറായിട്ടും ചാൻസ് ഉണ്ട്. പിന്നെ ഉള്ളത് കെത്തളുവിലെ വിശദീകരിച്ച് പഠിക്കുന്നത് ആദിവാസി സമൂഹങ്ങളുടെ അവരുടെ ജീവിതാവസ്ഥ, അല്ലെങ്കിൽ ഈ ചോര കക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇത് ബേസ് ചെയ്തിട്ടുള്ളൊരിത് വരും. അപ്പോൾ അതും വിശദീകരിച്ച് പഠിക്കുക. പിന്നെ ഫിസയുടെ ജീവിതാവസ്ഥ വിശകലനം ചെയ്യണം. ഫിസയുടെ ജീവിതാവസ്ഥ എന്ന് പറയുമ്പോൾ അവളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടത് ബേസ് ചെയ്തിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ അവൾക്ക് അവളുടെ കഴിവിൻ്റെ കാര്യങ്ങൾ ചോദിക്കുക. അപ്പോൾ അതൊക്കെ ബേസ് ചെയ്ത് എന്തായാലും പഠിക്കണം. പിന്നെ വിജ്ഞാന ഭാഷയും വൈജ്ഞാനിക സമൂഹവും അത് വിശദീകരിച്ച് എഴുതാൻ ചോദിക്കും. അത് മിക്കവാറും ഓർ ക്വസ്റ്റ്യൻ ആയിരിക്കും. അതൊരു സുഖമില്ലാത്തൊരു പാഠമായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഓർ ക്വസ്റ്റ്യൻ ആണെങ്കിൽ തന്നെയും അതൊന്ന് പഠിച്ചു വയ്ക്കുക. ഇനിയിപ്പോൾ ഓർ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ കിട്ടും. അത് 5 മാർക്കിനാണ് ചോദിക്കുന്നത്. ഈ വിഷുക്കണിയിലെ ചെറുവട്ടം, അതിനെക്കുറിച്ചുള്ള ഒരു പ്രയോഗം എന്താണ് അർത്ഥമാക്കണമെന്ന് മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് കുറേ റിപ്പീറ്റഡായിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ കലയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, അത് ബേസ് ചെയ്തിട്ട്, അതായത് ഫിസയുടെ പാഠഭാഗം ബേസ് ചെയ്തിട്ട് തന്നെയാണ് കലയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. നിങ്ങളുടെ അഭിപ്രായം പറയാം. പിന്നെ മാതൃഭാഷയുടെ പ്രാധാന്യം, അത് 5 മാർക്കിനോ 7 മാർക്കിനോ എന്തായാലും ചോദിക്കുക, അത് ഷുവറാണ്. മാതൃഭാഷയുടെ പ്രാധാന്യം അത് എൻ്റെ ഭാഷ ബേസ് ചെയ്തുകൊണ്ടാണ്. പിന്നെ കഥാപാത്ര നിരൂപണം മെയിനായിട്ടും ചോദിക്കുന്നത് ഫിസയുടെ അമ്മയുടെ കഥാപാത്ര നിരൂപണം ചോദിക്കും, ഫാദർ ഫ്രാൻസിസിൻ്റെയും ചോദിക്കും. അത് മെയിനായിട്ട് പഠിച്ചു വയ്ക്കുക. എല്ലാ കഥാപാത്ര നിരൂപണവും പഠിക്കണം. പിന്നത് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും അങ്ങനെ പറ്റില്ല, കാരണം ഇത് ഞാൻ റിപ്പീറ്റഡായിട്ട് കണ്ടിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അതെന്തായാലും പഠിച്ചു വയ്ക്കുക. പിന്നെ എല്ലാ കഥാപാത്ര നിരൂപണവും പഠിക്കണം. ഹാഫീസിൻ്റെയും ഫിസയുടെയും പഠിക്കണം. നായികയുടെ വർണ്ണന കൽബിലെ നിലാവിലെ 3 മാർക്കിന് ചോദിക്കും. പിന്നെ നവസമൂഹ നിർമ്മിതിയിൽ വിദ്യാർത്ഥികളുടെ പങ്ക്, അത് ചോദിക്കും. പിന്നെ ജോസിൻ്റെ അവസ്ഥ, മാതാപിതാക്കളില്ലാത്തതിൻ്റെ ആ ഒരു ഇത്. അപ്പോൾ ഇതൊക്കെ എന്തായാലും പഠിച്ചു വയ്ക്കുക. എല്ലാം പഠിക്കണം. ഇത് എൻ്റെ ഒരു പ്രഡിക്ഷൻ മാത്രമാണ്. അപ്പോൾ ശരി, എന്നാൽ ബൈ.